Hey guys, welcome back to ടെക്കുത്താർബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തു. സോ ഒരു രക്ഷയില്ല. സോ എന്താ പറയുക, ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്. എൻ്റെ എല്ലാ വീഡിയോസും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്. ഇനി ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് 1 lakh സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ കഴിയട്ടെ. ഇതേപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് എടുക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് ചോദിച്ചു ഈ വൈബ്രന്റ് എഗ് എന്താണ്, പിന്നെ ലക്കി എഗ് എന്താണെന്നൊക്കെ ചോദിച്ചു. ഇതിൻ്റെ യൂസ് എന്താണ്, ഇത് കളക്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്നത് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിപ്പൊട്ടിച്ചേക്കുക ഗൈസ്. സോ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് എടുക്കാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈബ്രന്റ് എഗ്ഗിനെ കുറിച്ചും പിന്നെ നമ്മുടെ ലക്കി എഗ്ഗിനെ കുറിച്ചാണ് ഗൈസ്. അപ്പോൾ ഞാൻ വൈബ്രന്റ് എഗ്ഗിനെ കുറിച്ച് ഓൾറെഡി ഞാൻ എൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗൈസ്. എന്നാലും ഞാൻ അറിയാത്തവർക്കായി ഒന്നുകൂടി പറഞ്ഞുതരാം. അതിന് നമ്മളെ ഇൻവെൻറ്ററി പോയിട്ട് നമുക്ക് ആ എഗ്ഗ് ഒന്ന് എടുക്കുക ഗൈസ്. സോ ഇതാണ് നമ്മുടെ എഗ്ഗ്. അതായത് ഒന്ന് വൈബ്രന്റ് എഗ്ഗ് ഉണ്ട്, അത് 2 ഉണ്ട് എൻ്റെ അടുത്ത്. ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാം ലക്കി എഗ്ഗ്. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് വൈബ്രന്റ് എഗ്ഗിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇത് കുറച്ച് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം എല്ലാവർക്കും കിട്ടിയ ഒരു എഗ്ഗ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, അതായത് അടുത്തൊരു ഇവൻറ്റോ കാര്യങ്ങളോ ഇവൻറ്റ് വരാനുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് 200 എണ്ണം കളക്ട് ചെയ്യണം. 200 150 കളക്ട് ചെയ്താൽ നമുക്ക് 120 യൂസ് കിട്ടും ഗൈസ്. 120 യൂസ് ഫ്രീ ആയിട്ട് കിട്ടും ഗൈസ്. അപ്പോൾ നിസ്സാര കാര്യമല്ല, ഇതെല്ലാവരും കളക്ട് ചെയ്യുക ഗൈസ്. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ കളക്ട് ചെയ്ത് വെച്ചേക്കണം. സോ ഇതിനെ കൊണ്ട് അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ഇവൻറ്റ് ഉണ്ടോ എന്നറിയില്ല. ഇപ്പം അടുത്ത് കേട്ടത് അതാണ് ഗൈസ്, 120 യൂസിനെ കുറിച്ചാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. വൈബ്രന്റ് എഗ്ഗിനെ കുറിച്ച് ഞാൻ ആകെ ഒരു ന്യൂസേ കേട്ടിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ഇവൻറ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ഒരു ഇവൻറ്റ് എന്തായാലും എനിക്കൊന്ന് 2-3 ദിവസത്തിനകം വരും തന്നെ തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈം റിമൈനിങ് 12 hours എന്ന് കാണാം. എനിക്കൊന്ന് ഇത് കളക്ട് ചെയ്യുന്ന ടൈം ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഒന്നിക്ക് വരുമായിരിക്കും, അല്ലെങ്കിൽ 2-3 ദിവസത്തിനകം വരുമായിരിക്കും ഗൈസ്. സോ അത് അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ലക്കി എഗ്ഗാണ് ഗൈസ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് എല്ലാവർക്കും ചർച്ച ഗൈസ്. ഇതെന്താണെന്ന് ലക്കി ആണോ മറ്റേതാണോ മറിച്ച് ലെജൻഡറി ആയിട്ട് എന്തെങ്കിലും കിട്ടും, ഇത് തുറക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ കുറേ ആൾ ചോദിച്ചു, വീഡിയോ ആക്കുന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ആക്കിയത്. സോ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുക. അതായത് നിങ്ങൾ 100 എണ്ണം കളക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പിസ്റ്റലിൻ്റെ ഒരു സ്കിൻ കിട്ടും ഗൈസ്. ഒരു അടിപൊളി കുഴപ്പമില്ലാത്തൊരു സ്കിൻ കിട്ടും ഗൈസ്. സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. സോ അപ്പോൾ അതാണ് 100 എഗ്ഗ് കളക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെന്ന് പറയുന്നത് നിങ്ങളൊരു 50 ലക്കി എഗ്ഗ് കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അതായത് പുതിയൊരു കോയിൻ വരുന്നുണ്ട് ഗൈസ്. അതായത് അത് ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ള, പബ്ജിയിലെ ഏറ്റവും വലിയ വാല്യബിൾ ആയിട്ടുള്ള കോയിൻ എന്നാണ് പറയുന്നത്. അത് കൊറിയൻ വേർഷനിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ വേർഷനിലും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതൊരു 50 എണ്ണം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോയിന് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ആ കോയിനൊരു പേരുണ്ട്. അതായത് എന്തോ ഡോൺ സെസുവോ എന്നോ മറ്റു പറഞ്ഞിട്ടൊരു പേരുണ്ട്. എന്തോ വായിക്കൊള്ളാത്തൊരു പേരാണ് ഗൈസ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതന്നെയാണ് നമുക്ക് കിട്ടിയൊരു ന്യൂസ്. അപ്പോൾ അതിൽ കൂടുതൽ ഇവൻറ്റ്സ് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നു ഗൈസ്. പിന്നെ നമ്മുടെ ഈ ലക്കി എഗ്ഗ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു 2-3 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്കും കിട്ടിയിട്ടുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയ ഒരു രീതിയിൽ 2-3 സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. 100% ഉറപ്പൊന്നുമില്ല, എന്നാലും നിങ്ങളവിടെ കീന് നോക്കുക. അതായത് ഒന്നാമത്തത് റാസോക്ക്, പിന്നെ പൊച്ചിങ്കി, പിന്നെ മിലിറ്ററി ബേസ്. ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിരുന്നത്. അധികമാളും അങ്ങനെ പറഞ്ഞു ആ സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടിയിരുന്നത്. ആ ഒരു ഇതിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കീ നോക്കുക. ആ സ്ഥലം മൊത്തമായിട്ട് ഒന്ന് അടിച്ച് പറക്കി നോക്ക്. കിട്ടിയാൽ ഉറപ്പായിട്ടും കളക്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാലോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തൊക്കെ ഇവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല, ചിലപ്പോൾ കൂടുതൽ ഇവൻറ്റ്സ് ഉണ്ടാവും ഗൈസ്. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ ഗൈസ്. സോ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക ഗൈസ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊളിച്ചേക്കുക ഗൈസ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഗുഡ് ബൈ.